വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നോക്കൽ, ഇന്നത്തെ വീഡിയോ തന്നെ ഇന്നത്തെ വിശേഷം തന്നെയാണ് എൻ്റെ വീഡിയോ കേട്ടോ. പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കും, ഫാനിൻ്റെ ആണ് കേട്ടോ. നമ്മൾ സൗണ്ട് കൊടുക്കുന്ന സമയം 12 മണിയാവാനായി ഗൈസ്, രാത്രി. അപ്പോൾ ഞാൻ ആ സമയത്ത് നോക്കിയിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. നല്ല ചൂടാണ്, അതുകൊണ്ട് ഫാൻ ഇല്ലാണ്ട് നമുക്കിവിടെ കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ പല്ലെല്ലാം തേച്ച് ഇവിടെ വന്ന് നോക്കിയപ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അടുക്കളയല്ല നല്ല ക്ലീനായി കിടക്കുന്നുണ്ട്. അമ്മ എല്ലാ പണികളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എന്താ അമ്മ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇന്നലത്തെ ചിക്കൻ കറിയും നല്ല ദോശയും ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറി, കുറച്ചേ ഇരിക്കുന്നുള്ളൂ. നമ്മൾ രാത്രി വെച്ചതാണ് കേട്ടോ, രാത്രി കൂട്ടിയതിൻ്റെ ബാക്കി. പിന്നെ ഇതേ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞ് അമ്മ ഉച്ചക്കേക്കുള്ള കറിക്കുള്ളതെല്ലാം അരിയാൻ തുടങ്ങിയിട്ട് പയർ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറി ചിലപ്പോൾ ചിക്കൻ കറി ഉണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വെക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പയർ അവിടെ അരിയുന്നുണ്ട്. പിന്നെ ഇതേ പാൽച്ചയൊക്കെ രാവിലെ ഞാൻ എഴുന്നേക്കാൻ ലേറ്റ് ആയിട്ടോ. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്, ഇനിയൊന്ന് ചൂടൊക്കെ ആക്കണം. എനിക്ക് ചായ നല്ല ചൂട് വേണം ഗൈസ്. അപ്പോൾ ഇന്നലെ ഏട്ടൻ വരുമ്പോൾ കുറച്ച് ചെറുപഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ പഴമൊക്കെ ഞാൻ കാണിച്ച് തിരികെയാണ്. പിന്നെ അതേ അമ്മ അവിടെ ജോറായിട്ടുള്ള ഉപ്പേരി വെക്കലാണ് കേട്ടോ. അപ്പോൾ പയർ, ഉള്ളി, പച്ചമുളക് എല്ലാം കൂടെ ചട്ടിയിലിട്ടിട്ട് നല്ലോണം ഇതേ വഴട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. വറക്കുകയല്ല, വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ഉള്ളിയൊക്കെ ഇട്ടിട്ട് കടുക് പൊട്ടിച്ച് ഉള്ളിയെല്ലാം വാട്ടിന് ശേഷമാണ് പയറിടുക. ഇത് അമ്മ കടുക് പൊട്ടിച്ചിട്ട് നേരെ ഉള്ളിയും പച്ചമുളകും പയറെല്ലാം ഒരുമിച്ചിട്ടിട്ടോ. പിന്നെ അതേ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ കുറേ ഞാൻ കിച്ചണിൽ, അതായത് ഡ്യൂട്ടിക്ക് കയറിയിട്ടിട്ടോ ഒന്നും ചെയ്യാറില്ല ഗൈസ്. പിന്നെ നമ്മുടെ കുഞ്ഞുണ്ണി ഇതാണ് പരിപാടി, അമ്മേൻ്റെ ഒക്കത്ത് കയറണം. ഇപ്പം എൻ്റെ മേത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട്, എനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവന് ഒരു രക്ഷയില്ല. അമ്മേനെ വീടില്ല, അമ്മേൻ്റെ ഇടവും വല്ല അവനാണ് കേട്ടോ. എന്ത് പണി ചെയ്യുമ്പോൾ ജോലി ചെയ്യുമ്പോൾ ഇതാണ് അവസ്ഥ. പണ്ട് ഞാനായിരുന്നു ഇങ്ങനെ അവനൊരു ഒക്കത്തെടുത്തിട്ട്, പ്രത്യേകിച്ച് കുക്ക് ചെയ്യുമ്പോൾ അവൻ വേണം കേട്ടോ, അവന് വേണം അങ്ങനെ നമ്മുടെ മേത്ത് കയറിയിരിക്കും. പിന്നെ നമ്മുടെ പാറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ഏട്ടൻ്റെ മോളാണ്. അപ്പോൾ അവൾ രാവിലെ വന്നിട്ടുണ്ട്. അപ്പോൾ അവളോട് കളിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു നമ്മുടെ കുഞ്ഞുണ്ണി കേട്ടോ. പിന്നെ ദോശ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം എന്ന് പറയുന്നത്, കുക്ക് ചെയ്യുമ്പോൾ പൊതുവേ ആശൻ നമ്മുടെ ഒക്കത്ത് കയറിയൊന്നിരിക്കണം. നമ്മൾ എന്തൊക്കെ ജഗപൊക്കെയാണ് അവിടെ ഒപ്പിക്കുന്നത്, വല്ലതും വായ വെക്കാൻ പറ്റുന്നതാണോ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതെന്നായിരിക്കും അവൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനല്ല ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവൻ അമ്മേൻ്റെ മേത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. അമ്മേനെ ഇടവും വല്ല അവൻ വിടില്ല, എല്ലാ ജോലിയിലും അവന് കൂടി കൊടുക്കുമ്പോൾ ഇരട്ടി പണിയാക്കുകയും ചെയ്യും. അങ്ങനെ ദോശയൊക്കെ 2 എടുത്തിട്ടിട്ടുണ്ട്. എല്ലാവരുടെ ചായ കൂടിയും കഴിഞ്ഞാൽ ലേറ്റായി പറയുന്ന പോലെ. ഈ പറയുന്ന പോലെ ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതിന് 12 മണി ആവാനായി, 12 മണി ആയിട്ടോ ഗൈസ്. അപ്പം ഞാൻ ഉറങ്ങാൻ എപ്പോഴും ലേറ്റ് ആവും. രാത്രി ചൂട് കൊണ്ടാണോ എന്താണെന്നൊന്നും എനിക്കറിയാം, നല്ല ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആകും. രാത്രി കിടക്കാൻ ലേറ്റ് ആവും, രാവിലെ എഴുന്നേക്കാൻ ലേറ്റ് ആവും. അങ്ങനെ ഉപ്പേരി ഏകദേശമൊക്കെ സെറ്റായി വന്ന് നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ടെടുത്ത് നമ്മുടെ കുഞ്ഞിവിടെ ഹായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. കുഞ്ഞിനെ അമ്മ എടുത്തിട്ട് നമ്മുടെ ആ തിണ്ടിൽ ഇരുത്തിയിട്ടുണ്ട്. അവനെ നോക്കി സൂക്ഷിച്ചൊക്കെ ഇരുത്തണം, അവനെ കുക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കും. അതുകൊണ്ട് അവൻ്റെ അടുത്താണ് 2 കണ്ണും അമ്മേൻ്റെത്. പിന്നെ അമ്മേൻ്റെ ഒക്കത്ത് കുറച്ച് കയറിയിരിക്കും, കുറച്ച് അവിടെ കയറിയിരിക്കും. എന്തായാലും കുക്ക് ചെയ്യുന്നവരെ അവൻ അമ്മേൻ്റെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ പാറുമോൾ എന്നോട് എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഏട്ടൻ ഇന്നലെ വരുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്ത 2 സാധനങ്ങളാണ്, 2 ഒരെണ്ണം. ഈ കറുത്ത മുന്തിരി എനിക്ക് ഇഷ്ടമല്ല ഗൈസ്, എത്ര പറഞ്ഞാലും ഏട്ടൻ കേൾക്കില്ല. അത് തന്നെ കൂടുതലും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. പച്ചമുന്തിരി കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. കുരു ഉണ്ടാവില്ല, എളുപ്പമാണ്, മധുരം ഉണ്ടോ. കറുപ്പ് എന്ന് പറഞ്ഞാൽ തിന്നിട്ടുണ്ടെങ്കിൽ അപ്പം ചൊറിയാൻ തുടങ്ങും, എന്താണെന്നറിയില്ല, എങ്ങനെ കഴിച്ചാലും എനിക്ക് ചൊറിയും. അതുകൊണ്ട് പണ്ടേ 2-3 വട്ടം ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെട്ടുകൊണ്ട് എനിക്കതിനോട് ഭയങ്കര മടിയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. പക്ഷെ എത്ര പറഞ്ഞാലും ഏട്ടൻ അത് കൊണ്ടുവരും, അതാണ് തിന്നണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതേ ദോശ എടുത്ത് ചായ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതേ പാറും കുഞ്ഞുണ്ണി ഇവിടെ നല്ല കളിയാണ്. നമ്മുടെ കുഞ്ഞു അപ്പുനെപ്പോലല്ല, നല്ല എന്താ പറയുക കുരുത്തക്കേടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവന് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ തപ്പേനോട് തെറ്റിയിരിക്കുകയാണ്, മുഖം പൊത്തിയിരിക്കും, കരയുന്ന പോലെ അഭിനയിക്കും. ആക്ടിങ് ഒക്കെ എൻ്റെതൊക്കെ നമ്മുടെ കുഞ്ഞിനാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ അപ്പുണ്ണി ഒരു പാവായിരുന്നു കേട്ടോ. കുഞ്ഞിൻ്റെ എല്ലാ വില്ലത്തരവുണ്ട്. ചായയുടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്മ ദേ കുറച്ച് മുന്തിരി കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ, കഴുകിയിട്ട്. എനിക്ക് പൊതുവേ ഈ നമ്മുടെ ബ്ലാക്ക് മുന്തിരി ഇഷ്ടമല്ല, ജ്യൂസ് അടിച്ചാലും ഇഷ്ടമല്ല, അല്ലാണ്ട് കഴിക്കാനും ഇഷ്ടമല്ല. പക്ഷെ അത് കഴിക്കണം എന്നാണ് ഏട്ടൻ്റെ ഓർഡർ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഗ്രീന് കുറച്ച് വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. ഗ്രീൻ നല്ല മധുരമുണ്ട്, ഞാൻ ഇപ്പോൾ കഴിച്ചൊക്കെ നല്ല മധുരമുണ്ട്. നമുക്ക് രക്തമൊക്കെ വെക്കണമെങ്കിലും അല്ലെങ്കിലും നല്ലത് നമ്മുടെ ബ്ലാക്ക് മുന്തിരിയാണ്, കറുത്ത മുന്തിരിയാണ്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതാണ് കേട്ടോ. മരുത് കുറച്ച് പുളിയൊക്കെ അല്ലേ, പിന്നെ കുരു ഉണ്ടാവും. ഇതിലാണെങ്കിൽ കുരു ഇല്ല, അതങ്ങനെ എടുത്ത് വാരിയിട്ടാൽ മതി. ചെറിയ മടിയും കൂടെ ഉണ്ട്. പിന്നെ പൊതുവേ എനിക്ക് ജ്യൂസ് കുടിക്കുമ്പം ഭയങ്കര ചൊറിച്ചിലാട്ടോ ചുണ്ടിന്, അതെങ്ങനെ വെച്ചാലും ചുണ്ട് ചൊറിയും. അതുകൊണ്ടാണ് എനിക്ക് ആ മുന്തിരിനോട് താല്പര്യക്കുറവ് കിട്ടും. അപ്പം ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, മുന്തിരിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി മധുരം കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല മധുരമുള്ള മുന്തിരിയാണ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മയും കുഞ്ഞുങ്ങളൊക്കെ താഴോട്ട് പോയിട്ടുണ്ട്. എനിക്ക് കുളിക്കണം കേട്ടോ, അവരിപ്പോൾ തന്നെ വരും, എന്നിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ ഞാനിവിടെ ചായ എല്ലാം കുടിച്ച് കുറേ ഫോൺ നോക്കി, കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ TV ഒക്കെ കണ്ടിവിടെ ഇരിക്കുകയാണ്. പിന്നെ എപ്പോൾ രാവിലെ കുളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അത്രയ്ക്ക് ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂടാണ്. വയനാട്ടിൽ വരെ ചൂടാണ്, പെരും ചൂട്. രാത്രി ഒന്നും ഉറക്കം പോലില്ല, ഫാൻ ഇട്ടാലും നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. എന്നോട് ഫാനിൻ്റെ കാറ്റ് മൂക്കടയിലും അതുപോലെ തുമ്മൊക്കെ ചെയ്യും. ഞാൻ കാറ്റ് വരുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക്.
പക്ഷേ ചൂടും കൂടെ അതൊന്നും വിഷയമല്ല. ഫാൻ ഒന്നും മതിയാവുന്നില്ല ഗൈസ്. താഴോട്ടൊക്കെ ഇതിലും ഭയങ്കര ചൂടാണെന്ന് പറയുന്നത് കേട്ടിട്ടുള്ള. അപ്പം എന്താണ് ഇപ്പോൾ കുളിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. അപ്പം ഇങ്ങനെ ഫാനൊക്കെ ഇട്ടിട്ട് ഇപ്പം ഞാൻ സൗണ്ട് കേൾക്കേണ്ടതുകൊണ്ട് ഫാൻ ഓഫാക്കിയതാണ്. കുറച്ചൊക്കെ കിടന്ന് ആക്കം പോലെ ആ രാവിലെയുള്ള ഗുളിയൊക്കെ ഒന്ന് ഇച്ചിരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മുടെ മുറിവെല്ലാം ഉണങ്ങി സ്റ്റിച്ചെല്ലാം ഊരിയതുകൊണ്ട് അപ്പോൾ രാവിലെ ഒന്നും കുളിക്കലില്ല. മറ്റേത് മുറിവൊക്കെ നല്ല ക്ലീൻ ആവേണ്ടതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഓയിൽമെൻറ്റൊക്കെ തേക്കുമായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് മടിയല്ല, കുളിച്ചിട്ടും കാര്യമില്ല. കുളിച്ച് വന്ന് കിടന്നതും പിന്നെയും വിയർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയുടെ ജോലികളെല്ലാം കഴിഞ്ഞ് മക്കളെല്ലാം സെറ്റാക്കിയിട്ട് അപ്പോൾ അതൊക്കെ കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഞാനൊരു ഉറക്കം പാസ്സാക്കി ഗൈസ്. പിന്നെ അമ്മ വന്നിട്ട് കുളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഒന്ന് എഴുന്നേറ്റത്. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ ചോറ് തീറ്റയായി. ഞാൻ പറഞ്ഞില്ലേ, ഇത് ചിക്കൻ കറി തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പയറുപ്പരും കൂടുതലായിട്ടൊന്നും വെച്ചില്ല. അതിനുശേഷം ഏട്ടൻ്റെ മുന്തിരി ഏട്ടനറിയാം അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് കുടിക്കൂല. അമ്മേനെ സോപ്പിട്ടിട്ട് ഞാനത് എങ്ങനെയെങ്കിലും സ്കിപ്പ് ചെയ്യിപ്പിക്കുന്നത്. അതിന് ഏട്ടൻ തന്നെ അത് ജ്യൂസ് അടിച്ചിട്ട് ഇത് കണ്ടു, ഇതിൻ്റെ കോലം ഇത് കണ്ടിട്ട് മുന്തിരി ജ്യൂസാന്ന് തോന്നുന്നുണ്ടോ, കാരണം വെള്ളം പോലും ചേർക്കാണ്ട് ഫുള്ളും ഭയങ്കര കട്ടയ്ക്ക് അടിച്ചു കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുടിച്ചിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ഇവിടെ യുദ്ധം ഇളകുമെന്ന് പറഞ്ഞിട്ടാണ് ഏട്ടൻ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം കുറച്ച് കുടിച്ചു, സഹിച്ച് കുടിച്ചു ഞാൻ. പിന്നെ രാത്രിയായപ്പോൾ എനിക്കൊരു പൂതി ഇന്ന് ബിരിയാണി കഴിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, നമ്മുടെ സർജറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നമ്മൾ കിടക്കുമല്ലോ ഒരു 5-6 ദിവസം. ആ ഒരു ദിവസത്തിലാണ് എനിക്കൊരു ബിരിയാണി കിട്ടിയത്. അതാണെങ്കിൽ അന്ന് നല്ലോണം ഇരുന്ന് കഴിക്കാനും പറ്റില്ല, പെയിനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കഴിക്കാൻ പറ്റിയിരുന്നില്ല. അതിനുശേഷം ഞാൻ ബിരിയാണി കഴിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ 1 മാസം കഴിഞ്ഞ് ഞാൻ ബിരിയാണി കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഏട്ടനോട് പറഞ്ഞു, എനിക്ക് ബിരിയാണി കഴിക്കണം, എന്തോ പെട്ടെന്ന് രാത്രി ഒരു പൂതി. പിന്നെയാണെങ്കിൽ നമുക്ക് രാത്രി തന്നെ പച്ചക്കറിയും. അപ്പോൾ എനിക്കെന്തോ ഭയങ്കരമായിട്ടൊരു കൊതി ബിരിയാണി കഴിക്കാൻ. അപ്പോൾ ഏട്ടൻ പറഞ്ഞ പോലെ എനിക്ക് വേഗം ഓർഡർ ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ 3 ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ അപ്പുണ്ണിക്ക് ഇതേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവന് ഈ അച്ചാറിൻ്റെ വിചാരം, അവനിത് സോസാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്, ടൊമാറ്റോ സോസാണെന്ന് വിചാരിച്ചിട്ട് അവനത് പൊട്ടിച്ച് തരുമോ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അച്ചാറാണെങ്കിൽ അവൻ കഴിക്കില്ല. അമ്മേൻ്റെ ഒക്കത്ത് പതിപോലെ നമ്മളെ കുഞ്ഞു കയറിയിരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ വാരി കൊടുക്കുകയാണ് അവന് കേട്ടോ. പിന്നെന്താ, ഇത് കുഞ്ഞിൻ്റെ അടുത്ത ചോറാണ് കേട്ടോ. അമ്മ പതുക്കെ അവനെ തീറ്റിക്കണം. അവനെ തീറ്റിച്ച് വയറ് നിറച്ചിട്ട് അമ്മ കഴിക്കാതിരിക്കുള്ളൂ, കാരണം അവന് ഭയങ്കര ടൈമിംഗ് ആണ്. ഇപ്പം എൻ്റെ ഡ്യൂട്ടി എല്ലാം അമ്മയാണ് ഏറ്റെടുക്കുന്നത് കേട്ടോ. ചില ദിവസങ്ങളിൽ നമ്മൾ കുഞ്ഞിന് ഒരു ജോലിയും ചെയ്യാൻ വേണ്ടി വിടില്ല കേട്ടോ. അമ്മേൻ്റെ ഒരു പണിയും നീങ്ങില്ല. അങ്ങനെയുള്ള ദിവസമാണെങ്കിൽ നമ്മൾ താഴെ എൻ്റെ മൂത്തമ്മ ഉണ്ട് കേട്ടോ, അവിടെ അവനെ കൊണ്ടാക്കാറാണ് പതിവ്. അവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് അവിടെ കുറച്ച് നേരം കളിച്ചിരിച്ചൊക്കെ ഇരുന്നോളൂ. പിന്നെ ഏട്ടന് ഒഴിവുള്ള ദിവസമാണെങ്കിൽ, ലീവുള്ള ദിവസമാണെങ്കിൽ ഏട്ടൻ ടൗണിലൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് കറക്കി അടിച്ചിട്ടൊക്കെ കൊണ്ടുവരും കേട്ടോ അവനെ. അവസാനം എൻ്റെ ക്ഷമ കെട്ടു ഗൈസ്. ഞാനൊന്നും നോക്കില്ല, പാത്രത്തിലേക്ക് ബിരിയാണി അങ്ങോട്ട് തട്ടി. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ ആയിട്ട് കഴിക്കാഞ്ഞിട്ടാ തോന്നുന്നു, കണ്ടപ്പോൾ തന്നെ വായയിൽ കപ്പലോടാൻ പാകത്തിന് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല 2 പീസും കിട്ടിയിട്ടുണ്ട്. എനിക്ക് പൊതുവേ ഈ ബിരിയാണിയിൽ നമ്മളെ ഈ ഒരു ടൈപ്പ് ഇറച്ചി ഇഷ്ടമല്ല കേട്ടോ. അതായത് വെറും ഇറച്ചി മാത്രം, എല്ലില്ലാത്ത ഇറച്ചിയില്ലേ, ഈ കട്ട പിടിച്ചിരിക്കുന്ന പോലത്തെ, അതെനിക്ക് പൊതുവേ ഇഷ്ടമല്ല. എനിക്കൊന്നും അങ്ങനത്തെ അല്ല ഇഷ്ടം. എനിക്ക് നമ്മുടെ ഈ എല്ലോട് കൂടി ഇറച്ചിയില്ലേ, അങ്ങനത്തെ പീസാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. നമ്മുടെ അപ്പുണ്ണിക്കാണെങ്കിലും അങ്ങനത്തെ ഇഷ്ടം. അവന് പൊതുവെ പല്ലില്ല, അങ്ങനത്തെ ഇറച്ചിയൊന്നും അവന് കഴിക്കാനേ പറ്റില്ല കേട്ടോ. ചവച്ചുകൊണ്ടിരിക്കേണ്ടി വരും മണിക്കൂറോളം. അപ്പം ഞാൻ ഒരു പിടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആസ്വദിച്ച് ബിഗ് ബോസൊക്കെ കണ്ട്, ബിഗ് ബോസിലെ തല്ലും പിടിയെല്ലാം കണ്ടുകൊണ്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഒന്നും പറയാനില്ലായിരുന്നു, അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ന്യൂ ഫോമിലെ ബിരിയാണി ആയിരുന്നു, അത് 1.5 ബിരിയാണിയാണ് പൊതുവെ. അപ്പം നല്ലോണം ആസ്വദിച്ചിരുന്ന് കഴിച്ചു. വയറ് നിറച്ചു ഒരു ബിരിയാണി മുഴുവൻ ഞാൻ കഴിച്ചിട്ടോ. നല്ല പീസ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞെങ്കിലും അതിരുന്ന് കഴിച്ചു. പിന്നെ വത്തക്ക കൊണ്ടിരുന്നു ഏട്ടൻ, ടൗണിൽ പോയി വരുമ്പോൾ വത്തക്ക കൊണ്ടുവന്നിരുന്നു. ഇവിടെ ചൂടായതുകൊണ്ട് തന്നെ ഇപ്പോൾ വത്തക്ക, അതുപോലെ നാരങ്ങ വെള്ളം, അതൊക്കെ ഇവിടെ സ്ഥിരമാണ് ഗൈസ്. അപ്പോൾ വത്തക്ക കൊണ്ടുവന്നപ്പോൾ തന്നെ മുറിച്ച് ഒരു കഷ്ണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂ. ഇങ്ങനത്തെ കുഞ്ഞു വീഡിയോയിൽ ഞാൻ ഇനി വരുന്നതായിരിക്കും. നമ്മുടെ ഇങ്ങനത്തെ വീഡിയോ കുറേ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്. അവരൊക്കെ നമ്മളോട് ഡെയിലി വ്ളോഗൊക്കെ ഇടാൻ പറയുന്നുണ്ട്. ഇനി ഇങ്ങനത്തെ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സീരീസും അതുപോലെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.